അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച, നമ്മളെയൊക്കെ ഏറെ ആശങ്കപ്പെടുത്തിയ ചില മരണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മളെ വിട്ടുപോകരുത്, അവരില്ലാതെ നമുക്ക് പറ്റില്ല, അവരുടെ ഒരു കെയറിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്ന ചില ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മെ വിട്ടു പോകുന്ന ആളുകൾ, ഏറെ വേദനയോടുകൂടെ അവരുടെ മരണവാർത്ത ഇന്നും ഓർക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സുഹൃത്ത്, പണ്ഡിതനായൊരു സുഹൃത്ത് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ച് 2 മാസം മാത്രമാണ് ജീവിച്ചത്. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രം ആക്സിഡൻറ്റിൽ ആ പ്രിയപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടു. മരണശേഷം വർഷം ഇന്ന് 2 കഴിഞ്ഞിട്ടും ആ ഭാര്യയായിരിക്കുന്ന ചെറിയ പ്രായമുള്ള 2 മാസം മാത്രം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച ആ പെണ്ണിനോട് കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണമെന്ന്. പക്ഷെ അവളതിന് തയ്യാറാവുന്നില്ല. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ സ്വർഗ്ഗലോകത്തൊരുമിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥനകളിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യ. കാണുമ്പോഴും ആ വിശേഷങ്ങൾ അറിയുമ്പോഴൊക്കെ സങ്കടം തോന്നുന്ന ചില വാർത്തകൾ, ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കീറിമുറിക്കുന്ന, നമ്മുടെ മനസ്സിനെ വലിയ വേദനയിൽ കൊണ്ടാക്കുന്ന ചില മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലാഹു തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കഴിഞ്ഞ ദിവസം കേട്ട വളരെ വേദനിപ്പിച്ച, വളരെ സങ്കടം തോന്നിയ ഒരു മരണവാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. കർണാടക പരിസരത്തുള്ള ഒരു വലിയ ധനാഢ്യൻ, ആ പരിസരങ്ങളിലുള്ള വലിയ പൗരപ്രമുഖൻ, സമ്പന്നൻ, വലിയ കൊട്ടാര സമാനമായ വീടുകൾ, കിട്ടാവുന്നതിലേറ്റവും മുന്തിയ കാറുകൾ, ഇങ്ങനെ എല്ലാമായി വളരെ സന്തോഷത്തോടുകൂടെ വളരെ സന്നാഹങ്ങളോടുകൂടെ ജീവിക്കുന്ന ഒരു ധനാഢ്യൻ, പണ്ഡിതന്മാരെയും അതുപോലെ ദീനി സ്ഥാപനങ്ങളെയും ഏറെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകൾ മരണപ്പെടുകയുണ്ടായി. ഈ അനുഭവം പങ്കുവെക്കുന്നത് ഒരു മതപ്രഭാഷകനാണ്. ആ പരിസര പ്രദേശത്ത് പ്രഭാഷണത്തിന് പോയ സമയത്ത് ഈ പണ്ഡിതൻ്റെ മകളുടെ വിയോഗ വാർത്തയറിഞ്ഞ് 3-ാം ദിനം അവിടെ എത്തി അവൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ കുടുംബത്തെ ക്ഷമ കൊണ്ട് ഉപദേശിക്കാനും വേണ്ടി പോയതാണ്. അപ്പോഴാണ് എങ്ങനെയാണ് മകൾ മരണപ്പെട്ടത് എന്ന കാരണം അന്വേഷിച്ചപ്പോൾ ആ കാരണം കേട്ട് ഞെട്ടിത്തെറിച്ചുപോയി എന്ന ഉസ്താദ് പറയുന്നു. ഏറെ സങ്കടം തോന്നിയ ഒരു കാരണമാണ് പറയുകയുണ്ടായത്. മകളുടെ കല്യാണം ആഘോഷപൂർണ്ണമായി പണ്ഡിതന്മാരും പരിസര പ്രദേശത്തെ മതസ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടി വളരെ ആഘോഷപൂർണ്ണമായ സന്തോഷമുള്ള കല്യാണരാവ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയുടെ ആ പരിമളം വീശുന്ന മണിയറയിലേക്ക്, സന്തോഷങ്ങളുള്ള മണിയറയിലേക്ക് ആ പ്രിയപ്പെട്ട മകൾ ഭർത്താവിൻ്റെ കൂടെ കയറിപ്പോവുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആഡംബരമുള്ള ഒരു മണിയറ. ആ മണിയറയിൽ അവരവരുടെ മധുവിധുരാവിൻ്റെ തുടക്കം കുറിക്കുന്നു. ആ രാത്രിയിൽ സന്തോഷത്തോടുകൂടെ എല്ലാം പരസ്പരം പങ്കുവെച്ച് സ്നേഹങ്ങളും ഇഷ്ടങ്ങളും സൗഹൃദങ്ങളും സഹനങ്ങളും ത്യാഗങ്ങളും സങ്കടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പങ്കുവെച്ച് അവർ സ്നേഹത്തോടെ ആ രാത്രിയെ ഇങ്ങനെ തള്ളി നീക്കുന്നു. പാതിരാത്രി സമയത്ത് രണ്ടുപേരും ഉറക്കിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയതമൻ എന്തോ ഒരു അസ്വസ്ഥതയിൽ ഉറക്ക് ഞെട്ടിയപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ മണിക്കൂറുകൾ മാത്രമേ തനിക്ക് അവളെ ലഭിച്ചിട്ടായിട്ടുള്ളൂ, ആ പ്രിയപ്പെട്ട ഭാര്യ വല്ലാതെ അസ്വസ്ഥമാകുന്നത് കാണുകയാണ്. പെട്ടെന്ന് വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്തു, അത്യാധുനിക സംവിധാനങ്ങളുള്ള മണിയറയിലെ എയർ കണ്ടീഷൻ ഓൺ ചെയ്തു. പ്രിയപ്പെട്ട ഭാര്യയെ ഇങ്ങനെ വിയർത്തൊലിക്കുന്നു. പെട്ടെന്ന് എയർ കണ്ടീഷൻ ഓൺ ചെയ്തു, എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ അവൾക്കിതൊന്നും, അവളുടെ ശരീരത്തിലേക്ക് ഇതൊന്നും അടുക്കുന്നു പോലുമില്ല. വല്ലാതെ പ്രയാസത്തിലായ സമയത്ത് വീട്ടിൽ താഴെ ഉറങ്ങുന്ന ഉപ്പയെയും ഉമ്മയെയും വിളിച്ചു വരുത്തി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ ആ രാത്രിയുടെ 2 മണിയിൽ അവൾ ഹോസ്പിറ്റലിൽ വെച്ച് ആ ഹൃദയാഘാതം ബാധിച്ച് ഈ ലോകത്തോട്ട് വിട പറഞ്ഞു. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ജീവിതം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ദിവസം ആ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഹാഫിലത്തായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആ പ്രിയപ്പെട്ടവൾ റബ്ബിൻ്റെ സവിധത്തിലേക്ക് യാത്രയായിപ്പോയി. ആ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും പ്രിയതമനെയും സ്വർഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ പൊന്നുമോൾ, അതിനുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഏറെ സങ്കടപ്പെടുത്തിയ മറ്റൊരു വാർത്ത,
കുടുംബക്കാരോടൊപ്പം ഊട്ടിയിലേക്ക് ടൂർ പോയ ഒരു 14കാരൻ. ഏറെ സന്തോഷമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മക്കൾക്കിപ്പോൾ. സ്കൂൾ അവധിക്കാലയളവാണ്. മദ്രസകളിൽ 1-2 ദിവസത്തെ അവധികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളൊക്കെ ക്രമീകരിച്ച് കുടുംബമൊന്നിച്ച് ചില വിനോദയാത്രകളൊക്കെ നടത്തുന്നുണ്ട്. ഏറെ സൂക്ഷിച്ചു വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു യാത്രയിൽ, അങ്ങനെ ഒരു വിനോദയാത്രയിൽ ഊട്ടിയിലെത്തിയ ആ കൊടും തണുപ്പിൽ അവിടുത്തെ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഉല്ലാസത്തോടു കൂടെ കഴിയുന്ന സമയത്ത് പ്രിയപ്പെട്ട 14 വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്നവർ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. കുടുംബത്തോടു കൂടെ നമ്മൾ യാത്ര പോകുന്നു. ഇത്തരത്തിലുള്ള സുഖങ്ങളും സന്തോഷങ്ങളുമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരു രാത്രിയിൽ, ഒരു യാത്രക്കിടയിൽ നമ്മുടെ കൂടെ വന്ന ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജനാസയുമായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആ വേദനിപ്പിക്കുന്ന രംഗം പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കിയേ, എത്ര സങ്കടമായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില മരണങ്ങൾ, ഈ പറഞ്ഞ 2 മരണങ്ങൾ, 3 മരണ സംഭവങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സംഭവങ്ങളെ ഒന്നെടുത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹു നിശ്ചയിച്ച സമയം അത് ആദ്യ രാത്രിയുടെ മണിക്കൂറുകൾ പിന്നിട്ട സമയത്താണെങ്കിലും ഇന്നവരുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ, ഒരാഴ്ചയെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നീട്ടിത്തരാൻ നമുക്ക് മുമ്പിൽ ഒരു ഉപാധികളില്ല. അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ, അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ച സമയമെത്തുമ്പോൾ ഈ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ പോകാനുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ടൊരൊറ്റ കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയം പരിപാവനമായിരിക്കണം, നമ്മുടെ ഹൃദയം ഏറ്റവും നല്ല ക്ലിയർ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ മലായിക്കത്ത് സ്വീകരിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഹൃദയവും അത്തരത്തിലുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ, നമ്മുടെ കൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട്. നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകാറുണ്ട്. അവർ നമ്മൾ വിശാലമായി കൺസൾട്ട് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട മരുന്നുകൾ കുറിച്ച് തരാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ മരുന്നുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതിനുള്ള മരുന്നുകൾ നമ്മൾ തന്നെ കഴിച്ചു തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തെ ചികിത്സിക്കേണ്ടതുണ്ട്. അസൂയ, കിബർ, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, പരദൂഷണം, ഏഷണി തുടങ്ങിയ മോശമായ സ്വഭാവം നമ്മുടെ കൽബിനുണ്ടെങ്കിൽ നമ്മുടെ കൽബിന് രോഗം ബാധിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവരോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മൾ വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആരോടൊക്കെയുള്ള വെറുപ്പുകൾ നമ്മളിങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, ആരോടൊക്കെയുള്ള ദേഷ്യം നമ്മൾ കൽബിൽ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഇങ്ങോട്ടേറെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹത്തോടെ കാണുന്ന, നമ്മളെ പരിഗണിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന, നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ കൂടെ സങ്കടപ്പെടുന്ന, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ സന്തോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു നിമിഷ നേരം നമ്മുടെ കൽബിൽ വെറുപ്പ് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് മനസ്സിലെപ്പോഴെങ്കിലും നമുക്കൊരു വെറുപ്പ് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൽബിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. ആ അസുഖത്തെ ചികിത്സിക്കാതെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ സ്വന്തം ശരീരം ഇങ്ങനെ വലിച്ച് കീറി പൊളിക്കുന്നവരെ കണ്ടു അത്രേ. അവർ അസൂയയും ഏഷണിയും പരദൂഷണവും മറ്റുള്ളവരുടെ ഫിത്നയും ഗീബത്തൊക്കെ പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. ഒരു ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാൻ്റെ ചരിത്രം പറയുന്നുണ്ട്. വലിയ പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനത്തിലിരിക്കുന്നയാളാണ്. ഒരു ദിവസം ബഗ്ദാദിലെ ഒരു പള്ളിമുറ്റത്ത് ഒരു ജനാസയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു മയ്യത്ത് വരാനുണ്ട്, അതിൻ്റെ നിസ്കാരത്തിൽ പങ്കെടുക്കണം, മറ്റു കർമ്മങ്ങളിൽ പങ്കെടുക്കണം, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് കരുതിയിരിക്കുന്ന ആ മഹാൻ്റെ മുമ്പിലൂടെ ഒരു ഭിക്ഷക്കാരൻ അവിടെ നിൽക്കുന്ന ആളുകളടുത്തൊക്കെ ഭിക്ഷ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ മഹാനവറുകൾ അറിയാതെ മനസ്സിൽ ചിന്തിച്ചു പോയത്രേ, അയാൾക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ, എന്തിനാ ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി. അപ്പോൾ തന്നെ ചിന്ത ഒഴിവാക്കി നിസ്കാരങ്ങളിൽ പങ്കെടുത്ത് അവർ തിരിച്ചു വന്ന് ഈ മഹാനവറുകൾ തൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഉറക്കിലൊരാൾ വരുന്നു. ഉറക്കിൽ 3-4 ആളുകൾ ഒരു സുപ്രയിൽ ഒരു മനുഷ്യനെ പിടിച്ച് കിടത്തിയിട്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് തന്നോട് പറയാണ്, ഇതാ നിന്റെ സഹോദരൻ, ഇവൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് തന്നോട് ഇങ്ങനെ അട്ടഹസിക്കുന്നു. ആരാണതിൽ കിടക്കുന്നതെന്ന് നോക്കിയപ്പോൾ താൻ രാവിലെ മനസ്സിൽ പണിയെടുത്ത് ജീവിച്ചൂടെ ഇവനിക്കൊക്കെ എന്ന് കരുതിയ ഒരു ഭിക്ഷക്കാരനായിരുന്നു. മനസ്സിലൊരു
നിമിഷം തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെക്കുറിച്ച്, തൻ്റെ പരിസരത്ത് ജീവിക്കുന്നയാളെക്കുറിച്ച് മോശമായൊരു ചിന്ത കൽബിൽ വന്നപ്പോഴേക്ക് അതിന് അള്ളാഹു താല ഉണർത്തൽ കൊടുത്തതാണ്. അള്ളാഹുവിൻ്റെ മശായിഖന്മാർക്ക് അങ്ങനെയുള്ള ഉണർത്തലുകൾ ലഭിക്കും. നമുക്കങ്ങനെ ഒരു ഉണർത്തൽ തരാൻ പോലും ആരുമില്ലാത്ത കാലത്തെ പ്രിയപ്പെട്ടവരോട് മരണം അതിവിദൂരമല്ല, നമ്മളെയും കാത്ത് പിന്നാലെ വരുന്നുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ആരോടും വെറുപ്പുണ്ടാവരുത്, ആരോടും വിദ്വേഷവും പരദൂഷണവും ഏഷ്യയും പറഞ്ഞുകൊണ്ട് അവരുടെ വെറുപ്പ് നമ്മൾ സമ്പാദിക്കരുത്. അള്ളാഹു താല നല്ല മരണം നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.